ഹാപ്പി ക്രിസ്മസ് കൂട്ടുകാരെ. ഇന്ന് നമുക്ക് പിണക്കം മാറ്റിയ ഒരു ക്രിസ്മസ് കേക്കിന്റെ കഥ കേട്ടാലോ? പണ്ടൊരു ഗ്രാമത്തിൽ രാഹുലും ജോമോനും താമസിച്ചിരുന്നു. അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. സ്കൂളിലും കളിക്കളത്തിലും എപ്പോഴും അവർ ഒരുമിച്ചായിരുന്നു. എന്നാൽ ക്രിസ്മസിന് ഒരു മാസം മുൻപ് ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഉണ്ടായ ചെറിയൊരു തർക്കം കാരണം അവർ തമ്മിൽ പിണങ്ങി. പിന്നീട് അവർ മിണ്ടിയില്ല. വഴിയിൽ വച്ച് കണ്ടാൽ പോലും മുഖം തിരിച്ചു നടക്കും. ഡിസംബർ 24 ക്രിസ്മസ് തലേന്ന് രാത്രി ഗ്രാമം മുഴുവനും ആഘോഷത്തിലാണ്. കരോൾ സംഘങ്ങൾ പാട്ടുപാടി പോകുന്നുണ്ട്. ജോമോന്റെ വീട്ടിൽ അമ്മ രുചികരമായ പ്ലം കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ജോമോൻ ഒട്ടും സന്തോഷം തോന്നിയില്ല. ഓരോ ക്രിസ്മസിനും അവനും രാഹുലും ചേർന്നാണ് പുൽക്കൂട് ഉണ്ടാക്കാറുള്ളത്. ഇത്തവണ താൻ ഒറ്റയ്ക്കാണ് പുൽക്കൂട് ഉണ്ടാക്കിയത്. രാത്രി ഏറെ വൈകി ജോമോൻ ഉറക്കം വന്നില്ല. അവന് തന്റെ കൂട്ടുകാരനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ വഴക്കിന്റെ പേരിൽ എന്തിനാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്? ക്രിസ്മസ് എന്നത് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ആഘോഷമല്ലേ? ജോമോൻ ചിന്തിച്ചു. അവൻ മെല്ലെ എഴുന്നേറ്റു അമ്മയുണ്ടാക്കി വെച്ച കേക്കിൽ നിന്നും വലിയൊരു കഷണം എടുത്ത് ഭംഗിയുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞു. ആരും കാണാതെ അവൻ രാഹുലിന്റെ വീട്ടിലേക്ക് നടന്നു. രാഹുലിന്റെ വീടിന്റെ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ അതാ അവിടെ ഇരുട്ടിൽ മറഞ്ഞ് ഒരാൾ നിൽക്കുന്നു. അത് രാഹുലായിരുന്നു. രാഹുലിന്റെ കയ്യിലും ഉണ്ടായിരുന്നു ഒരു ചെറിയ സമ്മാന പൊതി. രണ്ടുപേരും അമ്പരന്ന് നോക്കി നിന്നു. രാഹുൽ പതിയെ ചോദിച്ചു, നീ എങ്ങോട്ട് പോവുമായിരുന്നു? ജോമോൻ ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന കേക്ക് നീട്ടി. നിനക്ക് കേക്ക് തരാൻ വന്നതാടാ ഞാൻ. ഹാപ്പി ക്രിസ്മസ്. രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ തന്റെ കയ്യിലിരുന്ന പൊതി ജോമോന് നൽകി. അതിൽ ജോമോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകളായിരുന്നു. എനിക്കും നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലടാ, സോറി, രാഹുൽ പറഞ്ഞു. അവർ കെട്ടിപ്പിടിച്ചു. ആ തണുത്ത രാത്രിയിൽ നിലാവത്ത് നിന്ന് അവർ ആ കേക്ക് പങ്കിട്ട് കഴിച്ചു. ആ നിമിഷം അവർക്ക് തോന്നി ലോകത്തിലെ ഏറ്റവും രുചിയുള്ള കേക്ക് അതാണെന്ന്. തെറ്റുകൾ ക്ഷമിക്കാനും ഈഗോ മാറ്റിവെച്ച് സ്നേഹം പങ്കുവെക്കാനും തയ്യാറാകുമ്പോഴാണ് ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. എന്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. കൂട്ടുകാര്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.